ഞാനൊന്ന് നാട്ടിൽ പോവുകയാണ് കേട്ടോ. ഇവിടെയാണ് ബോംബെയിൽ നല്ല കനത്ത മഴയാണ്. എൻ്റെ തങ്ങൾപ്പാപ്പാനെ എല്ലാ പ്രാവശ്യം നാട്ടിൽ പോണ സമയത്തും ഇതിൻ്റെ ഇവിടെ തങ്ങൾപ്പാപ്പാൻ്റെ യാറാണ്. ഞാൻ ഇവിടുന്ന് സലാം പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാ. പണിക്ക് പോകുമ്പോഴത് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ഉടനെ പെട്ടെന്ന് ഓർമ്മ വരുന്ന സമയത്ത് സലാം പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ്. എന്തായാലും ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോവുകയാണ്. ഒരു ദുആ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ദുആ എപ്പോഴും ഞാൻ പതുക്കെ പറിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും തങ്ങൾപ്പാപ്പാ ഇത്രാണ്ട് പറഞ്ഞാൽ മതി. അത് മനസ്സിലേക്കേണ്ടി വരും. അലൈക്കും സലാം നമ്മളെ മനസ്സുകൊണ്ട് തന്നെ നമ്മളാണ്ട് മടക്കുക. പോലീസാക്കപ്പെട്ട മഴയാണെന്ന്. കാരണം എന്താ പറയുക, ഞാൻ നാട്ടിൽ പോണ സമയത്ത് ഇന്നലെ ഒന്നും മഴ ഉണ്ടായില്ല. പടച്ചോൻ്റെ കാവലുണ്ടായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സ് ഉരുകയാണ്. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ഞാൻ പറഞ്ഞിരുന്നാൾ എൻ്റെ വീഡിയോ ഒന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ തെങ്ങുമ്മ ആൾക്കാർക്ക് വല്ലതും സംഭവിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോയി നിൽക്കുമ്പോൾ ഉണങ്ങിക്കണ തേങ്ങ, ഉണങ്ങിക്കണ ഓല എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും തലക്ക് അങ്ങനെ ആൾക്കാർ രാവിലെ ഹോക്കിങ് ചെയ്യാനും മറ്റേതൊക്കെ രാവിലെ പുലർച്ചെ പോണതാണ്. അപ്പോൾ അത് കാരണം എങ്ങനെയൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് കക്കൊക്കെ എല്ലായിടത്തും പറിക്കാണ്ട് എനിക്ക് തെങ്ങമ്മ വല്ലയിടത്തുനിന്ന് കോള് വരുമ്പോൾ എൻ്റെ കയ്യും കാലും വിറക്കുക. ഇന്നിപ്പോൾ ഇന്നലെ ഞാൻ രാത്രി ഒരു 6 മണിക്ക് 5 മണിക്കേറ്റോ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വലിയ ഓഫീസറെ പോകാൻ വന്ന് ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്തപ്പോൾ അയാളോട് പറയാമെന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലെ പോയിട്ട് അവിടെ പോയിട്ട് ഇതിൻ്റെ കടയട്ടാ ഇളനിയും പറിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ന് വിളിക്കാനുള്ള പരിപാടി ഞാൻ നിങ്ങൾ ട്രെയിനിലാന്ന് വെറുതെ പറയാനുള്ളത്. ട്രെയിനിലാന്ന് പറയണം. മറ്റേത് ഞാൻ ഇതിൻ്റെ വണ്ടി കയറിട്ടാ. ഞാൻ നാട്ടിൽ പോണ സമയത്ത് ഒരു ദുആ ഉണ്ട് എനിക്ക്. ആ ദുആ ഞാൻ ചെയ്യും. അത് ഞാനീ പതുക്കെ ദുആ ചെയ്യലില്ല. ഞാൻ ദുആ ചെയ്യുമ്പോൾ ഉറക്കനെ ചെയ്യും. എൻ്റെ ദുആ അങ്ങനെയാണ്. അത് അള്ളാണ്ട് കബൂലാക്കുക വെച്ചാൽ കബൂലാക്കും. അപ്പോൾ ഞാൻ ഇന്ന് പോകണമെന്ന് പോലീസവിടെ മഴ നോക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ഞാൻ പോകുന്നത് വരെ മഴ ഉണ്ടായില്ല. അള്ളാൻ്റെ കാവിലായിരുന്നു. ട്രെയിനിലാണ്ട് കയറിയ പാട് എന്താ നിങ്ങളോട് പറയാം. കഴിഞ്ഞ പ്രാവശ്യം കയറിയ അന്നാണ് അതിൻ്റെ പിറ്റേ ദിവസം ഒരാഴ്ച വരെ കനത്ത മഴ. എല്ലാ ഒന്നും കച്ചവടക്കാരെ വണ്ടി സ്റ്റോപ്പാക്കി. എന്നിട്ട് സംസുഖം ഇവരൊക്കെ വിളിച്ചാൽ അവിടെ മാനി വെച്ച് പോയേ മുതൽക്ക് മഴയുടെ മുത്തേ അതുവരെയൊക്കെ ഇവിടെ മഴ ഉണ്ടായില്ല. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഈച്ചനാട്ടി കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാ പറഞ്ഞത്, ഞാൻ രാവിലെ എൻ്റെ കയ്യും കാലൊക്കെ വിറക്കുക. കാരണം എന്താ അറിയോ, ഈ കോൺട്രാക്റ്റ് എടുത്തിട്ടും അതുപോലെ കോൺട്രാക്റ്റ് എടുക്കാതെ തന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ട്. കാരണം വെച്ചാൽ ഓരോരുത്തർക്ക് വിഷമം വന്നത്. കാരണം ഇതേമാതിരത്തെ ആൾക്കാരെ തലമുക്ക് വീഴല്ലേ. എനിക്ക് പറഞ്ഞ പൈസ തരും. ഞാൻ എൻ്റെ പൈസക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പോയി കയറി കൊടുക്കണം. എന്താ പറയുക, ഞാൻ പണത്തിൻ്റെ കെട്ടുകൊണ്ടേ കെട്ടിയ സ്ഥലത്ത് ഇഷ്ടംപോലെ എനിക്ക് പറിക്കാണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് വേറൊരുത്തൻ്റെ 1000 2000 രൂപയ്ക്ക് പോയിട്ട് പണിയെടുക്കാൻ പോകണത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ കാണി. ഞാനൊരു വണ്ടി ഈ ഒരു വണ്ടി ഇതിൽ ഞാൻ ഇളനിയും പറിച്ചു കൊടുന്ന 15,000 20,000 ഇവിടെ മുതൽ പറിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ വേറൊരുത്തൻ്റെ 2000 രൂപയ്ക്കോ 1500 രൂപയ്ക്കോ 3000 രൂപയ്ക്കോ പണിയെടുക്കാൻ ഞാൻ പോവുക. കാരണം ഞാൻ ഒരു പണിക്കാരനല്ല. ഞാൻ ഉള്ളത് പറയുന്നത് നാട്ടിൽ പോകണമെന്ന് ഇതുകൊണ്ട് പറയും. ഞാനൊരു പണിക്കാരല്ല. നിങ്ങളെപ്പോലത്തെ ചെറിയൊരു ബിസിനസ്സിൻ്റെ ഒക്കെ ഒരാളാണ്. ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പോയിട്ട് ഇപ്പോൾ ഒരു 1000 2000 രൂപയ്ക്ക് പോയി പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരാളെ പണിക്ക് വെച്ചിട്ട് ചെയ്യും. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് പടച്ചോനെ എന്നെ പഠിപ്പിച്ച ഒരു സംഭവമാണ് ഈ തെങ്ങേറ്റം. അപ്പോൾ ഈ തെങ്ങ് കയറുന്ന സമയത്ത് ഓരോ മനുഷ്യനെ ഇതേമാതിരി ഓരോരുത്തരെ ഇപ്പം ഇവിടെ ഒരാൾ തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മരം തന്നെ, ഇതൊരു തെങ്ങാന്ന് വിചാരിച്ചോളി. അപ്പോൾ ഇയാളുണ്ടാക്കിയ തെങ്ങാണ്. ഇതിങ്ങനെ ജനങ്ങൾ നടന്നു പോകുമ്പോൾ ആൾക്കാർ വല്ല മരിക്കുക എന്തെങ്കിലും ചെയ്താൽ ആ ആളെ ഹൃദയം എത്രമാത്രം വേദനിക്കുന്നവരോ. അപ്പോൾ അയാൾ ഇത് അന്വേഷിച്ച് പിടിച്ചിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഒരു ഓണറാന്നും പറഞ്ഞിട്ട് ഞാൻ അതിമ്മ കയറില്ല എന്നും പറഞ്ഞിട്ട് ചെയ്താൽ പടച്ചോളി ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അള്ള എന്താ പറയുക, എടാ അനക്ക് അഹങ്കാരടാ അനക്കിപ്പോൾ കുറച്ച് പൈസ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പണിയെടുത്ത് വരുമ്പോൾ ആ പാവത്തിൻ്റെ ഈ ഒരു തെങ്ങ് ഇവിടെ വെച്ച് പിടിപ്പിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വൃക്ഷടാ. പടച്ചോൻ പറയും എന്നോട്, മരിച്ചു കഴിഞ്ഞാൽ പറയും എന്നോട്, ഞാൻ ഉണ്ടാക്കിയ വൃക്ഷമാണത്. ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഇത്രയും ഒരു സാധനം ഉണ്ടാക്കിയപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം വേദനിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അനക്ക് ആ തെങ്ങിൻ്റെ മുകളിൽ കയറി കൊടുക്കാനും പിടിക്കാനും വയ്യാതെ എനിക്ക് വലിയ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക. അനക്ക് അതിൻ്റെ മുകളിൽ ഒരു തെങ്ങ് അയാൾ എന്നോട് പറഞ്ഞില്ല, അനക്ക് 500 തരാം 1000 തരാം 2000 തരാമെന്ന് പറഞ്ഞപ്പോൾ ഇത് അതൊക്കെ ചെയ്തു കൊടുക്കാതെ ഇജ്ജ് പോയിട്ട് എൻ്റെ വലിയ. അപ്പോൾ ഇതൊക്കെ അന്നെ ഞാൻ തന്നെ അല്ലടാ പഠിപ്പിച്ചത്. ഈ കണ്ട ദിവസം എൻ്റെ മോളെ ഈ തെങ്ങിൻ്റെ മുകളിൽ കയറുമ്പോൾ അനക്കൊന്നും സംഭവിക്കാതെ എൻ്റെ കൂടെ ഞാൻ നിന്നിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു നോക്കുമ്പോൾ ഇജ്ജ് അവിടെ അഹങ്കാരം കാണിച്ചു. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ഒക്കെ മനസ്സിൽ. ഇതൊക്കെ അള്ളാ നാളെ മരിച്ചു കഴിഞ്ഞാൽ റബ്ബിൻ്റെ അടുത്ത് കടന്നു ചെന്ന റബ്ബ് പറയും എന്നോട്. അതൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാൻ ആരെങ്കിലും ഇപ്പോൾ ഇതൊരു മനുഷ്യൻ 3 അയാൾ എന്നോട് അതിൻ്റെ വോയിസ് ഞങ്ങൾക്ക് വിട്ടുതരാം. ഞാൻ പോയിട്ട് ഞാൻ നാളെ പറിക്കാൻ പോയി. ആൾ 3 തെങ്ങാണ്. എനിക്ക് 5000 രൂപ 4000 രൂപ 5000 രൂപയാണോ 6000 രൂപ എന്താ തരുപ്പോൾ എനിക്ക് ആ 3 തെങ്ങ് കയറിയുണ്ട്. ഞാൻ പോയിട്ട് എന്താ ചെയ്ത് കയറാൻ പറ്റണ്ടേ. തെങ്ങ് അങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങോട്ട് വഴുക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ല,
അപ്പം എൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ട്. അപ്പം ഞാൻ അയാൾക്കും പേടിച്ച എൻ്റെ പണിയൊക്കെ ഒഴിവാക്കി പോയപ്പോൾ ഞാൻ അയാൾ പറയാം എനിക്കെന്തെങ്കിലും തരട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇക്കൊന്നും നിങ്ങൾ തരണ്ടെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞാൽ ഇക്കൊന്നും നിങ്ങൾ തരണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ അപ്പം ഞാൻ അന്നത്തെ പണി ഒഴിവാക്കി. അല്ലെങ്കിൽ എനിക്ക് പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് എൻ്റെ ആ മഴ പെയ്താലും കുഴപ്പമില്ല, ചെറിയ തെങ്ങ് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതിന്മേൽ പോയി കൊത്തിപ്പിടിച്ച് കയറിയാലും എനിക്കൊരു 5,000 ഉറുപ്പിക 10,000 ഉറുപ്പിക ഇളനിയും പറിച്ചുകൊണ്ടിരാം. അപ്പം ഞാൻ അത് പോയി ഒഴിവാക്കി. എന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച അയാൾ കരയ തലേദിവസം മുഹമ്മദേ ഒന്ന് വരണം കേട്ടോ പ്ലീസ് മുഹമ്മദേ ഒന്ന് ദുആ ചെയ്യുന്നത്. ഞാൻ അപ്പോഴും മഴയാണ് ഞായറാഴ്ച. അതുവരെയൊക്കെ 4 ദിവസം മഴ ഉണ്ടായില്ല. അവിടെ എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം മാത്രമേ തെങ്ങ് കയറാൻ പറ്റുള്ളൂ. എന്തായാലും ഇഷ്ടമല്ല, ഞാൻ കൂടുതൽ നീട്ടി പോകണില്ല, ഞാൻ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വണ്ടിയിലിരുന്ന് ചെറിയ ദുആ ഉണ്ട്, അതും കൂടി ചെയ്തിട്ട് വേഗം ഇന്നൊരു 10 മണിയാകുമ്പോഴത്തേന് ഇറങ്ങുകയാണ്. അതിൻ്റെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ എല്ലാ പ്രാവശ്യം തങ്ങൾപ്പാപ്പാൻ്റെ അടുത്ത് സലാം പറഞ്ഞിട്ട് എൻ്റെ വണ്ടീൻ്റെ ഉള്ളിലൊരു ദുആ ഉണ്ട്. ഇൻഷാല്ലാ ഞാൻ അതിൻ്റെ മനസ്സിലുള്ള വിഷമമാണ്. നിങ്ങൾ എന്നെ കളിയൊക്കെ എന്ത് ചെയ്താലും മടിയില്ല. ഞാൻ ദുആ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. അർഹമുറാഹിമാനായ റബ്ബേ, ആകാശത്തിൻ്റെ ഭരണാധികാരിയായ നാഥ, ലോകത്തിൻ്റെ ഭരണാധികാരിയായ നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഭരണാധികാരിയായ നാഥ, കടൽ സംരക്ഷിക്കുന്നവൻ നീ തന്നെയാണ് റബ്ബേ. കടൽ കാറ്റ് ആഞ്ഞു വീശുന്നതും നീ തന്നെയാണ് റബ്ബേ. ആകാശവും ഭൂമിയും നിന്റെ കയ്യിലാണ്. ഭൂമിയുള്ളിൽ ഞങ്ങൾ നടന്ന് ജീവിക്കുന്നവരാണ്. ഭൂമി ഞങ്ങളുടെ കയ്യിലാണ് റബ്ബേ. അതിൻ്റെ യഥാർത്ഥ നായകനാണ് റബ്ബേ നിങ്ങൾ. അതിൻ്റെയും ഒരു നായകനായി മാറുന്നുണ്ട് ലോകത്തിൻ്റെ ഭരണാധികാരികൾ. അവരുടെയും താഴെയാണ് ഞങ്ങൾ, അതിൻ്റെയും താഴെയാണ് ഞങ്ങൾ. അല്ലാഹുവേ, ഭൂമി ഞങ്ങളുടെ കയ്യിലാണ്. ഭൂമിയിൽ ഞങ്ങൾ ഓരോ ഭാഗങ്ങളും ഞങ്ങൾ പിടിച്ചടക്കുകയാണ്. അതിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി സംരക്ഷണം ചെയ്യാൻ വേണ്ടി ആ ഭൂമി ഞങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് അതിൽ കൊട്ടാരം പണി ചെയ്യുകയാണ് റബ്ബേ. എല്ലാത്തിൻ്റെയും നായകനാണ് റബ്ബേ നിങ്ങൾ. ഞങ്ങൾ ഒന്നുമല്ല റബ്ബേ. ഇതിൻ്റെയൊക്കെ ഭൂമിയുടെ ഭരണാധികാരി നീയാണ് റബ്ബേ. ഞങ്ങൾ വെറും വിരുന്നുകാര് മാത്രമാണ് അല്ലാ. ഞങ്ങളുടെ ജീവിതം നിന്റെ കയ്യിലാണ്. ഞങ്ങളുടെ ആയുസ് നിന്റെ കയ്യിലാണ്. ഹബീബായ റസൂലേ അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ ഒന്നുമില്ലാതെ കടന്നു വന്ന മഹാനാണ്. ഭൂമിയിൽ ഒരുപാട് ചരിത്രം എഴുതി കുറിച്ച മഹാനാണ്. അല്ലാഹുവേ, കോടി ജനങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രവുമായി കടന്നു പോവുകയാണ്. അതിലും ഞാനും പങ്കുവെച്ചവനാണ്. അല്ലാഹുവേ, ലോകത്തുള്ള ജനങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അല്ലാഹുവിനെയും റസൂലിനെയും ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ ആരാന്ന് പോലും അറിയാത്തവരായിരുന്നു ഞങ്ങൾ. പക്ഷെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോഴും നബി വരുന്നതിന് മുന്നേ ഈ ലോകത്ത് ഓരോ മനുഷ്യരും ജീവിച്ചിരുന്നു. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ഒന്നും അറിയാത്ത റസൂലിന്റെ ഹൃദയത്തിലേക്ക് ഏത് മലക്കാണ് കടന്നു വന്നത്? ഇത്രയും ലോകത്തുള്ള ജനങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ ഖുർആനാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും അറിയാത്ത ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നു വീണ റസൂലാണ്. ആ റസൂലിന്റെ ചരിത്രവുമായി കടന്നു പോവുകയാണ് പലരും. ഒന്നും അറിയാത്ത റസൂലിനെ എവിടെ നിന്നാണ് ഇത്രയും അറിവുകൾ കിട്ടിയത്? അതാണ് ഭയങ്കര രസം. അതാണ് ഇനി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ എത്രയോ പാവപ്പെട്ട മഹാനായിരുന്നു. ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെയും തലച്ചോറിനുള്ളിലും ഇത്രയും അറിവുകൾ പകർത്തിക്കൊടുത്ത മഹാൻ ഏത് മലക്കാണ്? റസൂലെ കാണാൻ ആഗ്രഹം കൊണ്ടും കേൾക്കാൻ കൊതി കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളെപ്പോലെ വിനീതനായി കടന്നു വന്നവനാണ് ഞാനും. പക്ഷെ എന്റെ ഉപ്പയും ഉമ്മയും അയാത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഉപ്പാക്ക് 8 മക്കളാണ്. എന്റെ ഉപ്പാക്ക് 10 മക്കളായിരുന്നു. 2 മക്കള് ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്റെ മൂത്ത ജ്യേഷ്ഠനാണ് റഫീഖ് എന്ന് പറയുന്നത്. എന്റെ മൂത്ത ഇത്തയാണ് ഖദീജ താത്ത എന്ന് പറയുന്നത്. അല്ലാഹുവേ, നിങ്ങൾ അടുത്തേക്ക് കടന്നു വന്ന 2 പൈതലാണ്. എന്റെ ഉമ്മാന്റെ കരളിന്റെ കഷ്ണമായിരുന്നു. അതിന്റെ ശേഷം ഞങ്ങളാണ് ഈ ഭൂമിയിലേക്ക് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹബീബായ റസൂലെ, നിങ്ങളുടെ എന്റെ 2 ഇത്തായും താത്തി ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ആത്മാവിന്റെ ഹൃദയത്തിലേക്കൊന്ന് എത്തിക്കണേ റബ്ബേ. ഞാൻ പൊട്ടിക്കരയുകയാണ് അല്ലാ. സുബൈ നമസ്കാരത്തിന്റെ ശേഷം ഞാൻ കരയുന്നത് ആരും കേൾക്കുന്നില്ല.
ഓരോ മനുഷ്യന്റെ ആത്മാവിനെ കടന്നു പിടിക്കുന്നതിന്റെ മുന്നേ ഞാനും കടന്നു ചെല്ലുകയാണ്. ഇന്നയാണ് എന്തിനാണ് റബ്ബെ ഇന്നെ ഇത്രയും തെങ്ങുകയറ്റം പഠിപ്പിച്ചത്? ഓരോ മനുഷ്യന്റെ മുന്നിലും ഞാൻ ഒന്നുമല്ലാത്തവനായി കടന്നു പോവുകയാണ്. ഹബീബായ റസൂലെ ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനാണ് അല്ലാ. ചെറുപ്പം മുതൽ ഈ ഭൂമിയിൽ സ്വർഗം കാണാതെ നടക്കുകയാണ്. റോഡരികിൽ കിടന്ന് ജീവിച്ചവനാണ്, മഴ കൊണ്ട് ജീവിച്ചവനാണ്, പ്രയാസം കൊണ്ട് കടന്നുപോയവനാണ്. എന്നാലും എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, മോനെ തെറ്റ് ചെയ്യരുത് മുത്തേ, ആരെയും വേദനിപ്പിക്കരുത്. ഒരു ഉമ്മ മകനോട് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ യാത്ര പുറപ്പെടുകയാണ്. ബോംബെ നഗരത്തിലേക്ക് ഞാൻ യാത്ര പുറപ്പെടുകയാണ്. ട്രെയിനിലാണ് എന്റെ യാത്ര. അല്ലാഹ് റഹ്മാൻ ഒക്കെ പറയുമ്പോൾ എന്റെ ഹൃദയം വേദനിച്ചു വിടുകയാണ്. അല്ലാഹുവേ, 9 വയസ്സിൽ കുട്ടിയാവുന്ന സമയത്ത് ബോംബെ നഗരത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. ഉപ്പയാണ് കൊണ്ടുപോകുന്നത്. പെരുന്നാളിന്റെ തക്ബീർ പോലെ ഞാൻ യാത്ര പുറപ്പെടുകയാണ്. ബലിയിറക്കുന്ന ബലി പെരുന്നാൾ പോലെ അല്ലാഹുവേ ഭൂമിയിലേക്ക് കടന്നു ചെല്ലുകയാണ്, ബോംബെ നഗരത്തിലേക്ക്. പടച്ച റബ്ബേ, അല്ലാഹുവേ, എന്താണ് ഈ റബ്ബിനോടൊക്കെ ഞാൻ പറയാം. അവസാനം എന്റെ 8 മക്കളിൽ 7 മക്കളും എല്ലാം പഠിച്ച വിനീത മക്കളാണ്. എനിക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. ബോംബെ നഗരത്തിലേക്ക് എന്നെ കൊണ്ടിട്ട് റബ്ബേ, അവസാനം ഞാൻ ഗോഡരിയിൽ കിടന്നും കൊണ്ട് തെറ്റ് ചെയ്യാതെ കടന്നു വന്നു പോയി കൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യന്റെ റൂഹിനെ അസ്രായിൽ അലൈഹിസ്സലാം കടന്നു പിടിക്കുന്നതിന്റെ മുന്നേ ഞാനും കടന്നു പോവുകയാണ്. നല്ല മനുഷ്യന്മാര് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹ് ഉണ്ടാക്കിയ മുതലാണ് തെങ്ങ്. തെങ്ങിന്റെ മുകളിൽ ഉണ്ടാക്കിയതാണ് തേങ്ങ. ആ തേങ്ങ ഉണങ്ങി വീഴുമ്പോൾ ഓരോ മനുഷ്യന്റെ തലയിലേക്ക് വീഴുമ്പോൾ ആ മനുഷ്യന്റെ ആത്മാവിനെ കടന്നു പോവുകയാണ്. തേങ്ങ വീട്ടില്ലെങ്കിലും ഉണങ്ങി നിൽക്കുന്ന ഓലപ്പട്ടയാണ്. ആ ഓലക്കുണ്ട് 2 സൈഡിലും ബ്ലേഡ്. അത് ഏത് സമയത്തും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞാലും അവിടെയും കൊണ്ട് മനുഷ്യൻ അവസാനിക്കും. അങ്ങനെ ഇവിടെ ബോംബെ നഗരത്തിൽ അനവധി ആൾക്കാർ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെങ്ങ് കയറാൻ ആളെ കിട്ടാതാവുമ്പോൾ എൻ്റെ അടുത്തേക്ക് കരഞ്ഞു വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പണികളും ഒഴിവാക്കി ഞാൻ അതിന്റെ പിന്നാലെ നടക്കുകയാണ്. എനിക്ക് ആ മനുഷ്യന്റെ 1000, 2000, 3000 വേണ്ടി ഞാൻ ജോലി ചെയ്യുകയല്ല. എൻ്റെ സ്വന്തം ഞാൻ പണത്തിന്റെ കെട്ടുകൾ പലതും എറിഞ്ഞു കളിച്ച സ്ഥലമാണ്. അവിടെ പോയിട്ട് എനിക്ക് 15,000, 20,000 രൂപയുടെ ഇളനീന് പറിച്ചു വരാം. പക്ഷെ ആ പണികളെല്ലാം ഒഴിവാക്കി ഏതൊരു മനുഷ്യന്റെ ഹൃദയം പൊട്ടിക്കരുകയാണ്. അയാൾക്ക് പോലും തെങ്ങ് കയറാൻ കഴിയുന്നില്ല. അയാളെ വാപ്പ ഉണ്ടാക്കിയ തെങ്ങാണ്. പക്ഷെ മക്കൾ എന്ത് പേച്ചു? പക്ഷെ അത് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞു വീഴുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയം പൊട്ടിക്കരുകയാണ്. ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. കയറാൻ ആളെ കിട്ടാതാവുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ആളുടെ ആത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, മോനെ അതൊന്ന് ചെയ്തു കൊടുത്താളെ കരളിന്റെ കഷ്ണമേ, എടാ നിന്നെ ഞാനാടെ തെങ്ങേറ്റം പഠിപ്പിച്ചത്, ഞാനാടെ നിന്റെ കൂടെ നിൽക്കുന്നത്. നിന്റെ ഉമ്മ അവിടെ നിസ്കാരപ്പായൽ നിന്നിട്ട് ദുആ ചെയ്യുന്നുണ്ട്. എന്തിനാണ് നീ ഭയപ്പെടുന്നത്? ഏത് കിടക്കുന്ന തെങ്ങിന്റെ മോള് നീ കേറിക്കൊട മുത്തേ, ഞാനാടെ നിന്റെ കൂടെ ഉള്ളത്. മനസ്സിലാക്കണം. നീ ധൈര്യത്തിൽ കേറിക്കോ, നിന്റെ ജോലി അതാണ്. അവിടം കൊണ്ട് നിന്റെ റൂഹിനെ ഞാൻ കടന്നു പിടിച്ചാലും നീ ഭയപ്പെടണ്ട. എടാ നീ തെറ്റ് ചെയ്യാതെ നീ ലോകത്തോട് നടന്നാ മതിയട മുത്തേ. ഓരോ തെങ്ങ് ഞാൻ ഉണ്ടാക്കിയതാണ്. ആ സമയത്ത് നീ അറിഞ്ഞും കൊണ്ട് അവിടെ പോയിട്ട് കൈവിടണ്ട. അവിടം കൊണ്ട് നീ മരണത്തിന് വേണ്ടി കൈവിടണ്ട. അറിയാതെ നീ ഈ ഭൂമിയിലേക്ക് പതിഞ്ഞു വീകുമ്പോൾ നിന്റെ റൂഹിന് അസ്രായിൽ അലൈഹിസ്സലാം കടന്നു പിടിച്ചാലും നീ ഭയപ്പെടണ്ട. കാരണം നീ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കോടാനകോടി ജനങ്ങളുടെ തലമേക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ റൂഹിനെ കടന്നു പിടിക്കുന്നതിന്റെ മുന്നേ അസ്രായിലിന്റെ ജോലി നിന്റെ ജോലിയും ഒന്നാടാ. പിന്നെ എന്തിനാണ് നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് ഭയം. മരണപ്പെട്ടു പോയ പലരുമുണ്ട്. ഈ ലോകത്തോട് വിട പറഞ്ഞ് പലരുമുണ്ട്. നല്ല മനുഷ്യന്മാരിതാ അള്ളാഹുവിനെയും റസൂലിനെയും കണ്ടുവരാണെന്ന് ഭൂമിയിൽ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ മുന്നിൽ പോയിട്ട് പലരും സിയാർത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന്മാരൊക്കെ ആരാന്ന് പോലും അറിയുന്നില്ല. മരണശേഷമാണ് ഓരോരുത്തരും അള്ളാഹിനെ കാണാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. പൊന്നാര മക്കളെ, നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. മരിക്കുന്നതിന് മുന്നേ അള്ളാഹുവിനെയും റസൂലിനെയും കാണാൻ ആഗ്രഹിക്കുക. അങ്ങനെ ചെയ്യേണ്ടത്. മരിക്കുന്നതിന്റെ മുന്നേ അള്ളാഹിനെയും റസൂലിനെയും കാണാൻ ആഗ്രഹിക്കും. അല്ലാതെ മരിച്ചിട്ടല്ല റബ്ബിനെ കാണാൻ ആഗ്രഹിക്കണം. നിങ്ങളൊക്കെ ഖുർആൻ എടുത്ത് ഓതുന്ന ആൾക്കാരാ. നല്ല മനുഷ്യന്മാർക്ക് അള്ളാഹുവിന്റെ റസൂലും കടന്നു വരുന്നത് കാണും. എന്താണ് ഈ മഴ? നിങ്ങൾ മഴക്ക് എന്താ വിചാരിച്ചിരിക്കണം? നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ മഴ എന്ന് പറഞ്ഞ എന്താണ്? ഓരോ മഴത്തുള്ളിക്കും ഓരോ മലക്കുകൾ പതിഞ്ഞ് ഭൂമിയിലേക്ക് പതിയുകയാണ്. നിങ്ങളുടെ ദാഹം തീർക്കാനാണ് ഈ മഴ എന്ന് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയ വൃക്ഷത്തിന് നനവ് കൊടുക്കാനാണ് ഈ മഴ എന്ന് പറയുന്നത്. മഴ എന്ന് പറഞ്ഞാൽ പോലീസാക്കപ്പെട്ട മഴയാണ്. തെറ്റ് ചെയ്തവനെ, എടാ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ ഈ മഴ കൊണ്ട് നിന്നെ കൊണ്ടുപോകടാ.
നീ ഉണ്ടാക്കിയ ഭൂമി ഞാൻ കൊണ്ടുപോകടാ. അതുകൊണ്ടാ പറഞ്ഞത് ഓരോ വർഷവും ഈ ഭൂമിയിലേക്ക് മലക്കുകൾ കടന്നു വരും, നിന്റെ ചരിത്രം എഴുതി കുറിക്കും. ഇൻഷാല്ലാ ഞാൻ അങ്ങനെ പറയാൻ നിന്നാൽ സമനില തെറ്റുമ്പോൾ ഞാൻ അങ്ങനെ പറയും. നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യാതെ നല്ല മനുഷ്യന്മാരായിട്ട് നല്ലപോലെ ജീവിച്ചോളി. നിങ്ങൾ ഹിന്ദുവിനെയും വേദനിപ്പിക്കണ്ട, മുസ്ലിമാനെയും വേദനിപ്പിക്കണ്ട, ക്രിസ്ത്യാനിയും മേടിക്കണം. നിങ്ങൾക്കൊക്കെ കണ്ണ് വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ വിചാരിക്കണ്ടാവും ഈ ഭൂമിയിലെ സ്വർഗം ഇതാണെന്ന്. അത് ശരിയാണ്. കയ്യിന് കാലിനും കരുത്ത് തന്നാൽ എല്ലാം തോന്നും, കണ്ണ് തന്നാൽ അതിനും തോന്നും. കണ്ണിനും കരുത്തുണ്ട്, ചെവിക്കും കരുത്തുണ്ട്, ഹൃദയത്തിനും കരുത്തുണ്ട്, തലച്ചോറിനും കരുത്തുണ്ട്. എടാ നിന്റെ ശരീരം മൊത്തം കരുത്താടാ. പക്ഷെ നീ തെറ്റിന് വയ്യണ്ട. നീ ഈ ഭൂമിയിൽ നിനക്ക് കുറച്ചു കാലം ആയുസുള്ളും. ഞാനാടാ നിന്നെ സൃഷ്ടിച്ചത്, ഞാനാടാ ഈ ഭൂമിയിലേക്ക് നിന്നെ കാണിച്ചു തന്നത്, ഞാനാടാ ഈ നിനക്ക് ഈ സ്വർഗം കാണിച്ചു തന്നത്. പിന്നെ നീ എവിടേക്കാടാ അഹങ്കരിക്കണേ എന്ന് അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ചോദിക്കുമെന്ന്. നിങ്ങളാണ് ഖുർആൻ എടുത്ത് ഓദിച്ചത്. നിങ്ങളൊക്കെ ഖുർആൻ ഇങ്ങനെ എടുത്ത് ഓതുകയാണ്. എന്ത് രസം എന്നറിയോ? ഞാനും എന്റെ റബ്ബിനോട് പറയേണ്ട, അള്ളാഹുവേ ഓരോ ഉസ്താദുമാർ ഇതാ ഇത്രയും നല്ല രസമുള്ള ഖുർആൻ ചെല്ലുന്നത്, പക്ഷെ ഞാൻ എന്റെ ഹൃദയം വേദനിച്ച് പൊട്ടിക്കരുകയാണ്. അവരുടെ മുന്നിൽ ഞാൻ ചിരിച്ചു കളിക്കുകയാണ്. അവസാനം ഞാൻ എന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് കരുകയാണ്. ഹബീബായ റസൂലിനെ കാണാൻ കൊതിക്കുകയാണ്. ഇത്രയും നല്ല പരിശുദ്ധ ഖുർആൻ എഴുതി വെച്ചിട്ട് ആ കലാമിൽ എന്ത് രസം തരാം. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ അള്ളാഹു അങ്ങനെ ഓരോരുത്തർ വായിക്കുമ്പോൾ എന്റെ ഹൃദയം വേദനിക്കുകയാണ്. പക്ഷെ ഞാൻ ആരോടെയും വേദനിപ്പിക്കാൻ പോക്കില്ല. ഓരോരുത്തർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പറയും, എന്നെ വിളിക്കണ്ട, എനിക്ക് ഓതാൻ അറിയില്ല, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കറിയില്ല, ഞാൻ നിങ്ങൾ കാണുന്നത് കേൾക്കുകയാണ്, പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പൊട്ടനായി അഭിനയിക്കുകയാണ്. അള്ളാഹുവേ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. റബ്ബേ എന്നെ ഒരു കേടുപാടും കൂടാതെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പടച്ചോന്റെ കാവിലുണ്ടാവണം. എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ, എൻ്റെ കുട്ടികളെ, എൻ്റെ അയൽവാസികളെയും കുടുംബങ്ങളെയും എല്ലാവരും കാണാൻ പോവുകയാണ്. ഞാൻ ഒരാഴ്ചക്ക് എൻ്റെ പൊന്നുമോളുടെ പെങ്ങളെ കുട്ടിയുടെ കല്യാണമാണ്. റബ്ബേ ആ കുട്ടിയുടെ കല്യാണം അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു റസൂലും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകളും കൂടെ ഉണ്ടാവണം. എൻ്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കരുത്. എൻ്റെ കുട്ടിയുടെ കല്യാണം നല്ല മനോഹരമായി നടത്തി തന്നെ റബ്ബേ. ആ കുട്ടിയുടെ കല്യാണത്തിന് ആരൊക്കെയാണോ പങ്കെടുക്കാൻ വരുന്നത് ഒരു കേടുപാടും കൂടാതെ അവർക്ക് തിരിച്ചു പോയി അവരെ വീട്ടിലേക്ക് എത്താനും അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകണം. പടച്ച റബ്ബേ ആരെയും അള്ളാഹുവേ ഇന്നത്തെ ദിവസം ഓരോ മനുഷ്യന്റെ റൂഹിനെ കടന്നു പിടിക്കരുത് റബ്ബെ. ഇസ്രായേൽ അലൈഹി സ്വലാമിൻ കടന്നു വരാനുള്ള ജോലി ഏർപ്പാടാക്കരുത് അള്ളാഹു. ഞാൻ 14 വണ്ടിയാണ്, എനിക്ക് യാത്ര പുറപ്പെടാണ്. എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്തെങ്കിലും എനിക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവെ മഴ പോലെ വരാൻ പോലെ മഞ്ഞ് പോലെ മാറ്റി തരണം റബ്ബെ. അള്ളാഹുവെ ഒന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും ഒരുപാട് കാലം ജീവിക്കാൻ, ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനിയായി ഏത് മതത്തിനെയും അള്ളാഹുവെ ഓരോ മനുഷ്യന്റെ റൂഹിനെ മാരകമായ രോഗങ്ങളൊന്നും കൊടുക്കരുത് അള്ളാഹു. ഓരോ മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന്റെ ഓരോ രോഗങ്ങൾ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ പടച്ചറബെ ഉണ്ടാക്കി ആ പാവത്തിന് 10,000 20,000 രൂപ ശമ്പളമാണ്, പക്ഷെ ലക്ഷത്തിന്റെ കെട്ടുകൾ എറിഞ്ഞ് കളിക്കുകയാണ്. ഓരോരുത്തരുടെ മുന്നിൽ അഭയം തേടേണ്ട ആവശ്യമാണ്, ഓരോരുത്തരുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ് മാറുകയാണ്. അള്ളാഹ് ഇന്നത്തെ രോഗം എന്ന് പറഞ്ഞ മനുഷ്യനെ കൊല്ലുന്ന രോഗമാണ്. ഓരോ മനുഷ്യനും മറ്റവനെ കൊല്ലാനായിട്ട് നടക്കുകയാണ്. കണ്ണി കണ്ട ചോറിലും മറ്റേലൊക്കെ വിഷമിട്ട് കൊടുത്തിട്ട് അവർക്ക് അവരെ പൈസ, അവരെ ഭാര്യ, അവരെ കുട്ടികൾ ജീവിക്കണം എന്നുള്ള നെയ്യത്തോടെ തന്നെ ഓരോ മനുഷ്യർക്ക് കണ്ണി കണ്ട മാരകമായ വിഷങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ മനുഷ്യനെ തീറ്റിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യന് 100 കാലം ജീവിക്കാനുള്ള ആയുസ് 50 കൊല്ലം കൊണ്ട് അവന്റെ റൂഹിനെ കടന്നു പിടിക്കുകയാണ്. ഇസ്രായേൽ അലൈഹി ഇസ്ലാമാണ് നിങ്ങൾ എല്ലാവരും പറയേണ്ടത്. ഇസ്രായേൽ അലൈഹി ഇസ്ലാമാണ്. അല്ല, ഇസ്രായേൽ അലൈഹി ഇസ്ലാമിന്റെ പണിയല്ലട്ടാ. റൂഹിനെ കടന്നു പിടിക്കുന്ന നല്ല മനുഷ്യന്മാരെ റൂഹിനെ കടന്നു പിടിക്കുന്ന പണിയാണ് ഇസ്രായേൽ അലൈഹി ഇസ്ലാം. നിങ്ങൾ കണ്ണി കണ്ടതൊക്കെ ഭക്ഷണത്തിൽ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ആ മനുഷ്യന്മാരെ രോഗിയാക്കി മാറ്റിയിട്ട് നിങ്ങൾ ആ മനുഷ്യനെ കൊല്ലുമ്പോൾ നിങ്ങളാണ് ചെയ്തവനാണ് ഇസ്രായേൽ അലൈഹി ഇസ്ലാമിന്റെ ജോലി ഏർപ്പാടാക്കുന്നത്. ഹോട്ടലിൽ കണ്ണി കണ്ട ഭക്ഷണത്തിൽ നിങ്ങൾ കണ്ണി കണ്ടതൊക്കെ മായം ചേർത്തിട്ട് എന്നിട്ട് നിങ്ങൾ പറഞ്ഞ പൈസയാണ് ആ മനുഷ്യൻ തരുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ആ പൈസ തന്നിട്ട് ആ മനുഷ്യൻ പിരിഞ്ഞു പോകുമ്പോൾ ആ മനുഷ്യർക്ക് രോഗം കടന്നു വരുമ്പോൾ ഇതിന്റെ ഓണർ ആരാണോ ഓനാണ് ഇസ്രായേൽ അലൈഹി സ്വലാമിന്റെ റൂഹിന്റെ പണി ഏറ്റെടുത്തുകണത്. അവസാന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഹോട്ടലിന്റെ ഉടമസ്ഥനോട് ചോദിക്കും, എടാ നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നീ എന്തൊക്കെയാടാ ചേർത്തത് എന്ന്. ആ മനുഷ്യർക്ക് ഞാൻ 100 കൊല്ലം ജീവിക്കാൻ ആയുസ് കൊടുത്തതാണ്, നീയാണ് ആ ജോലി ഏർപ്പാടാക്കിയത്. ഇസ്രായേൽ അലൈഹി സ്വലാം കടന്നു വരും. ഇസ്രായേൽ അലൈഹി സ്വലാം കടന്നു വന്നിട്ട് ഹോട്ടലിന്റെ ഉടമസ്ഥനോടും കടന്നു പിടിക്കും, എടാ നിന്റെ റൂഹിനെ നീ തന്നെ പിടിക്കടാന്ന്. എടാ നിന്റെ റൂഹിനെ എനിക്ക് പിടിക്കേണ്ട ജോലിയാണ്, നീ ലോകത്തുള്ള അനവധി ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്ത് നീ എല്ലടാ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ നാളെ മരണത്തിന്റെ ശേഷം നിന്നെയും അവിടെ ഹാജരാക്കും. അതുകൊണ്ട് മക്കളെ, കണ്ണി കണ്ട ഭക്ഷണത്തിൽ നിങ്ങൾ മാരകമായ മായം ചേർക്കാതെ ഓരോ മനുഷ്യനും ഇന്ന് ഭൂമിയിലേക്ക് വേഗം ലോകത്തോട് ഇവിടെ പറഞ്ഞു നിങ്ങളൊക്കെ രോഗം ഉണ്ടാക്കണേ. ആപ്പിളും കണ്ണി കണ്ടയിലൊക്കെ വിഷം ചേർത്തിട്ട്
എന്നിട്ട് ഇങ്ങനെ പോണ ഓരോ മനുഷ്യനെ നല്ല ഈ ഹിന്ദുക്കളെ റൂഹിനെ പിടിക്കും, മുസ്ലിമിന്റെ റൂഹിനെ പിടിക്കും, ക്രിസ്ത്യാനിന്റെ റൂഹിനെ പിടിക്കും, എല്ലാത്തിനും പിടിക്കുന്നുണ്ട്. നല്ല രസത്തിൽ കൂടങ്ങൾ മരം കണ്ടിട്ടില്ല ഓരോ മനുഷ്യന്മാരെ, അയാൾക്ക് നല്ല അത് രസമാണ്. മറ്റുള്ളവരൊക്കെ പിടിക്കണം എന്താരോ, മലക്ക് വരുമ്പോൾ ചിലവരാണ് കയ്യും കാലൊക്കെ വീസണേ, കാരണം എന്തോ ഒരു സാധനം കടന്നു വരുന്ന പോലെ അറിയാം. കാരണം ഓൻ തെറ്റ് ചെയ്ത ആളാക്കാരോ, അപ്പോൾ അങ്ങനെ കണ്ണൂർട്ടി ഇങ്ങനെ വീസണാണ്. കാരണം എന്താണ്, നിങ്ങൾ സിംഹത്തിന്റെ റൂവിനെ കടന്നു പിടിക്കണം. ചില സിംഹമൊക്കെ ഉണ്ടാവും ഇങ്ങനെ പെട്ടകന്. ഞാൻ എന്തൊക്കെ പറഞ്ഞു എനിക്ക് വിഷമം വരുമ്പോൾ പറയണതാണ്. ഞാൻ നാട്ടിൽ പോകണ അള്ളാഹു കേടുപാടും കൂടാതെ അവിടത്തെ എൻ്റെ വാക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ഇങ്ങനെ പടച്ചോണിൻ്റെ അടുത്ത ഞാൻ ഏത് സമയത്ത് കൈ ഉയർത്തി എനിക്ക് അള്ളാഹു പ്രതിഫലം തന്നിട്ടുണ്ട്. നിങ്ങളെ മാതിരി കൊല്ലങ്ങളോളം പിടിക്കൊന്നും വേണ്ട. ഞാൻ ഇന്ന് ദുആ ചെയ്തോ അത് 48 മണിക്കൂറിനുള്ളിൽ അള്ളാഹു അതിന് പോരിശാക്കപ്പെട്ട മലക്കുകളോട് പറഞ്ഞേക്കും. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എല്ലാം തുറന്നു പറയണം. ഞാൻ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ എല്ലാ വരികളും ഞാൻ പഠിച്ചാൽ ഞാൻ ഇവിടെ നിർത്തുന്നത് കണ്ടമാനം വീഡിയോസായി. ഞാൻ അസ്സലാമു അലൈക്കും. ആരെങ്കിലും വേദനിപ്പിച്ചിട്ട് എന്നോട് പൊരുത്തപ്പെടണം. ഒരു കേടുപാടും കൂടെ എത്തിട്ട് അള്ളാഹ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.